സുഹൃത്തുക്കളെ, അപ്പോൾ പല സംഘടനകളും കേരളത്തിൻ്റെ അകത്ത് PM പദ്ധതി, അതായത് സ്കൂളിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതി, അത് എന്തുകൊണ്ടാണ് കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ബംഗാളിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അത് വേണ്ടാന്ന് പറയുന്നതിനുള്ള ചെറിയ ഒരു ഉദാഹരണം ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടാൽ മതി. ജെമിനിയോട് ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിൽ ഈ വിഷയത്തെ ചൊല്ലി വലിയ രാഷ്ട്രീയ സാമൂഹിക തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് കേവലം ചില സംഘടനകളുടെ മാത്രം ആരോപണമല്ല, മറിച്ച് ഔദ്യോഗിക തലത്തിൽ തന്നെ വലിയ ചർച്ചയായ കാര്യമാണ്. ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ചില പ്രധാന വസ്തുതകൾ താഴെ നൽകുന്നു. 1. ഒപ്പിടാൻ കേരള സർക്കാർ വിസമ്മതിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, ഡൽഹി, പശ്ചിമ ബംഗാൾ എന്നിവയും ഇതിൽ ഒപ്പുവയ്ക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല. കേന്ദ്രത്തിന്റെ നിബന്ധനകൾ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു കേരള സർക്കാർ. 2. ഫണ്ട് തടഞ്ഞുവെച്ചപ്പോഴുള്ള മാറ്റം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിനെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനുള്ള സമഗ്ര ശിക്ഷാ അഭിയാൻ SSA കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചു. ഇതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായ കേരള സർക്കാർ ഒടുവിൽ ചില നിബന്ധനകളോടെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രവുമായി ധാരണാപത്രത്തിൽ MOU ഒപ്പുവെക്കുകയാണുണ്ടായത്. 3. സംഘടനകളുടെ ആശങ്കയ്ക്ക് കാരണം എന്താണ്? വിമർശിക്കുന്ന സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് 2 പ്രധാന കാര്യങ്ങളാണ്. പാഠപുസ്തകങ്ങളിലെ മാറ്റങ്ങൾ. കേന്ദ്ര ഏജൻസിയായ NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയുടെ കൊലപാതകം, ഗുജറാത്ത് കലാപം, മുഗൾ ചരിത്രം എന്നിവ ഒഴിവാക്കിയപ്പോൾ കേരളം അതിനെ ശക്തമായി എതിർക്കുകയും ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി കേരളം സ്വന്തമായി ഉപപാഠപുസ്തകങ്ങൾ ഇറക്കുകയും ചെയ്തിരുന്നു. PM ശ്രീ വരുന്നതോടെ കേന്ദ്രത്തിന്റെ അജണ്ടകൾ നേരിട്ട് സ്കൂളുകളിൽ നടപ്പിലാകുമോ എന്നാണ് സംഘടനകളുടെ പേടി. സ്കൂളുകളുടെ പേരുമാറ്റം. ഈ പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്കൂളുകളുടെ പേരിനൊപ്പം PM ശ്രീ എന്ന് നിർബന്ധമായും ചേർക്കണം. ഇത് പൊതുവിദ്യാഭ്യാസത്തെ കേന്ദ്രത്തിന്റെ മാത്രം ബ്രാൻഡാക്കി മാറ്റാനുള്ള ശ്രമമാണെന്നും വിമർശകർ പറയുന്നു. ഒരു വശത്ത് സ്കൂളുകൾക്ക് വലിയ രീതിയിൽ കേന്ദ്ര ഫണ്ടും ആധുനിക സൗകര്യങ്ങളും ലഭിക്കുമെന്ന മെച്ചം ഈ പദ്ധതിക്കുണ്ട്. മറുവശത്ത് വിദ്യാഭ്യാസത്തിന്റെ മതേതര സ്വഭാവവും സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാധികാരവും നഷ്ടപ്പെടുമെന്ന ശക്തമായ രാഷ്ട്രീയ സാമൂഹിക ആശങ്കയുമുണ്ട്. ഈ 2 വശങ്ങളും ചേർന്നതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ ആൺകുട്ടി പിണറായി വിജയൻ ഭരിച്ചപ്പോൾ ഒരു പദ്ധതിയും, അതായത് മതേതരം തകർക്കുന്ന ഒരു പദ്ധതിക്കും അയാൾ തയ്യാറായില്ല. എന്നിട്ടും അയാൾ ഉൾപ്പെടെ മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ ഇവരുടെ ഒരാളാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച്, ആരാ ചിത്രീകരിച്ചത്? ഇതേ കോൺഗ്രസ്സുകാർ. എന്നിട്ട് ഇതേ കോൺഗ്രസ്സുകാർ ഒരു നാണവും ഇല്ലാതെ വന്നിട്ട് അതേ പദ്ധതികൾ നടപ്പാക്കുന്നു. എന്ന് ഇവർ ഫണ്ട് പിടിച്ചു വെച്ചിട്ട് പോലും പിണറായി വിജയൻ ഒരു രീതിയിൽ അംഗീകരിച്ചു. നിങ്ങൾക്ക് എല്ലാം അറിയാലോ എത്രമാത്രം പ്രതിസന്ധി പിണറായി വിജയൻ അതിൽ കടന്നിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു പ്രതിസന്ധി ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ നട്ടലില്ലാതെ എന്ത് ചെയ്തു? അടിയറ വെച്ചിരിക്കുന്നു. ഇതാണ് സംഭവം. ഇത് പദ്ധതി വരുന്നതുകൊണ്ട് വിഷയമൊന്നുമല്ല, പക്ഷെ അതിന് വരുന്ന മാറ്റർ കണ്ടില്ലേ, അതാണ് അതിൻ്റെ പ്രശ്നം. ചരിത്രങ്ങളെ മാറ്റി എഴുതുക എന്നുള്ളതാണ് ലക്ഷ്യം. വരുന്ന തലമുറ ഇങ്ങനത്തെ ഒരു സംഭവമേ അറിയില്ല. ഗാന്ധി ആരാണെന്ന് പോലും ചിലപ്പോൾ അറിയില്ല. ആരാന്ന് ചോദിക്കും, ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ. ഇപ്പം തന്നെ അറിയാമല്ലോ, ഇപ്പം തന്നെ ഈ അടുത്തായിട്ട് ഒരു ജയന്തി നടന്നിരുന്നു, ഗാന്ധി ജയന്തി പോലെ വേറൊരു ജയന്തി. ഞാൻ സത്യം പറഞ്ഞാൽ അതിനടുത്ത് ട്രോളാണെന്ന് വിചാരിച്ചതാ. പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് വിട്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി അതൊരു ട്രോള് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ട്. ഇടയ്ക്കൊരു ഗാന്ധി ജയന്തി പോലൊരു ജയന്തി വന്നിരുന്നു. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നതാണെന്നുള്ള ഒരു ചരിത്രം ഇവർ എഴുതി കൊണ്ടുവരും. അതായത് ഇവരെ എന്തൊക്കെ രീതിയിൽ വിമർശിച്ചോ തെളിവ് സഹിതം ആ തെളിവെല്ലാം നശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ ഒരു പദ്ധതിക്ക്. അതിൻ്റെ അപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിയാം, ഇവർക്ക് എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവർ ലോക്ക് ചെയ്യും, ആദ്യം തന്നെ ചുറ്റും ലോക്ക് ചെയ്യും. എന്നിട്ടാണ് ആ പദ്ധതികൾ അങ്ങനെ നടപ്പാക്കുക. അതൊക്കെ അവരുടെ കഴിവ് തന്നെയാണ്, അതിലൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷാജീനെ പോലുള്ള ആൾക്കാർ എന്താ പറഞ്ഞത്? മതമാണ് മതമാണ് മതമാണെന്ന് പറഞ്ഞപ്പോൾ എത്ര വ്യക്തികൾ അതിനെടുത്തിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രൂപ്പുകൾ ഇവന്മാരുടെ എല്ലാം ഒരു മുസ്ലിം സമൂഹത്തിനെ മൊത്തം ഒരുപാട് അപമാനിച്ച്, എന്നിട്ട് അതേ മതമാണ് മതമാണ് പറഞ്ഞ വ്യക്തി വന്നിട്ട് മതമല്ല ഞങ്ങൾക്ക് പ്രശ്നം, ഞങ്ങൾക്ക് ഈ ഒരു പദ്ധതിയും കേന്ദ്രവുമാണ് ഞങ്ങളുടെ ആവശ്യം എന്നുള്ള രീതിയിലേക്ക് അവർ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ആരാ ശശിയായത്? യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹമാണ്. ഈ വ്യക്തി പറഞ്ഞ വാക്ക് വെച്ച് എത്രമാത്രം മുസ്ലിങ്ങളെ അപമാനിച്ചിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് അറിയില്ലേ? എന്നിട്ട് ഇപ്പോൾ എന്തായി? വെറുതെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടും അധികാരം കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞിരിക്കുകയാണെന്ന് ഒരു ഉളുപ്പില്ലാതെ വന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കമന്റിൽ പറയുക, ഈ പദ്ധതി വരുന്നതോടുകൂടി ചരിത്രം മാറുമോ ഇല്ലയോ എന്നുള്ളത്.